ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മൾ ഇന്നൊരു വർക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഹൗസ് മെയ്ഡ് ഓഫ് ഡോൺ ബൈ ഇയൻ സ്കോട്ട് മൊമഡെ. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ഒരു വർക്ക് നോൺ ലീനിയർ നെറേറ്റീവാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ വർക്കിൻ്റെ പ്രോട്ടോഗോണസ്റ്റിനെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആബേൽ എന്നാണ്. ആബേൽ ഒരു നേറ്റീവ് അമേരിക്കൻ മാനാണ്. നമ്മൾ കാണുന്നത് സ്റ്റോറി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ആബേൽ എം ടി ആയിട്ടുള്ള ഒരു സൗത്ത് വെസ്റ്റേൺ ലാൻഡ്സ്കേപ്പിലൂടെ ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മളിത് കണ്ടതിന് ശേഷം രണ്ടാമത്തെ സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് പഴയ കാര്യമാണ്. പഴയതെന്ന് പറയുമ്പോൾ 1945 ജൂലൈ 20 കാര്യമാണ് കാണുന്നത്. ഈ സമയത്ത് നമ്മൾ കാണുന്നത് ആബേൽ വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടെന്ന് പറയുന്നത് ജമൈസ് പ്യൂബ്ലോ ആണ്, വാൾട്ടോവ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടേക്ക് അയാൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് അയാളുടെ ഗ്രാൻഡ് ഫാദറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഫ്രാൻസിസ്കോ എന്നാണ്. അപ്പോൾ ഇയാളുടെ ഒരേ ഒരു റിലേറ്റീവ് എന്ന് പറയുന്ന റിമൈനിങ് റിലേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു അപ്പൂപ്പനാണ്. അപ്പോൾ ഈ ഒരു ജന്മനാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് അയാളുടെ കുട്ടിക്കാലമൊക്കെ സ്പെൻഡ് ചെയ്ത് ഈ വാൾട്ടോവയിലാണ്. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസിൻ്റെ ഒരു ചുഴിയിൽ തന്നെ അയാൾ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അയാളുടെ ഹോംലാൻഡുമായിട്ടും കമ്മ്യൂണിറ്റിയുമായിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചൈൽഡ്ഹുഡ് മെമ്മറീസിൻ്റെ ഒരു ചുഴിയിലേക്ക് അയാൾ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഓർമ്മകളുടെ ചുഴി എന്ന് പറയുമ്പോൾ ആ ഓർമ്മകളുടെ ഏതും കൂടി ഉൾപ്പെടും. അയാളുടെ അമ്മയുടെ മരണം, അതുപോലെ തന്നെ അയാൾ കുട്ടിയായിരിക്കുമ്പോൾ അയാളുടെ അമ്മ മരിക്കുന്നു, അതിൻ്റെ ഓർമ്മകൾ. അയാൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അയാളുടെ ബ്രദർ മരിക്കുന്നു, അതിൻ്റെ ഓർമ്മകൾ. ഇതിലൊക്കെ അയാൾ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു വൈറ്റ് വുമനെയാണ്. അവരുടെ പേര് ആഞ്ചല സെൻറ്റ് ജോൺ എന്നാണ്. ഈ ആഞ്ചല സെൻറ്റ് ജോൺ നമ്മുടെ ആബേലിനെ ഒരു ജോലിക്ക് നിയമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജോലി എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ തന്നെ വുഡൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ജോലിക്ക് ഈ ആബേലിനെ നിയമിക്കുന്നുണ്ട്. അവരുടെ വീടെന്ന് പറയുന്നത് നിയർ ദ റിസർവേഷനാണ്. അപ്പോൾ അവർക്ക് കുറച്ച് അവരുടെ പ്രഗ്നൻസിയുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടായ കുറച്ച് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുമായിട്ടൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സ്ത്രീയാണ് ഈ ഏഞ്ചല സെൻറ്റ് ജോൺ എന്ന് പറയുന്നത്. പിന്നീട് പതിയെ ഈ ഏഞ്ചലയും ആബേലുമായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം ഈ സമയത്ത് തന്നെ ആബേലിനെ ഒരു ആൽബിനോ മാൻ ബീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു റിച്വലി ഉള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത്. ഒരു റിച്വലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആൽബിനോ മാൻ നമ്മുടെ ആബേലിനെ ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ലേറ്റർ ആബേൽ ഇയാളെ കുത്തിക്കൊല്ലുന്നുമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് 1952 ജനുവരി. അവിടെ ഒരു കിയോവ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ബിഗ് ബ്ലഫ് തഷാമ എന്നാണ്. അദ്ദേഹം പാൻ ഇൻഡിജീനിയസ് പയോഡ് കോൺഗ്രിഗേഷൻ ലോസ് ഏഞ്ചൽസിലെ, അപ്പോൾ ആ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും ബൈബിളിനെ പരാമർശിച്ചുകൊണ്ട് പ്രീച്ചിങ്സ് നടത്തുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം കത്തോലിക്ക മതത്തെയും അതുപോലെ തന്നെ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ കൊളോണിയലിസത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ബാക്കിയുള്ള കെണികൾ എന്നാണ് പറയുന്നത്, അതിനെയൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അവയൊക്കെ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് ഓറൽ ട്രഡീഷൻ, വായ്മൊഴിയായിട്ടുള്ള ആ ഒരു ട്രഡീഷനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ വൈറ്റ് പീപ്പിളിന് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർ ചീപ്പനിങ് ആയിട്ടുള്ള, അതുപോലെ ദുഷിച്ച വാക്കുകളും അതുപോലെ കറപ്ഷനും ഒക്കെ കാരണം അവർ ഭയങ്കര ദുഷിച്ചു പോയി. അതുകൊണ്ട് അവർക്ക് എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും അതിൻ്റെ ഈ ഓറലായിട്ടുള്ള ആ ഒരു ട്രഡീഷൻ്റെ മഹത്വം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ആബേലിൻ്റെ ഒരു കൺഫ്യൂസ്ഡ് റീകളക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അത് എന്തൊക്കെയാണ് ആബേൽ റീകളക്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കൊലപാതക വിചാരണ നടക്കുന്നുണ്ട്, ജയിൽ ശിക്ഷ ലഭിക്കുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ്, അതായത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള മില്ലിയുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇതിനെ പറ്റിയൊക്കെ അദ്ദേഹം റീകളക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ നറേഷൻ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ആരുടെ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ്? ബെൻ ബെനലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ബെൻ ബെനലി എന്ന് പറയുന്ന ആബേലിൻ്റെ ഫ്രണ്ടാണ്, റൂംമേറ്റാണ്. ആബേൽ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ച് പുറത്തേക്ക് വന്നു. അതിനുശേഷം ലോസ് ഏഞ്ചൽസിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഫ്രണ്ടാണ് ഈ ബെൻ ബെനലി. അദ്ദേഹത്തിൻ്റെ റൂംമേറ്റാണ്.
അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഫാക്ടറി വർക്കിനിടെയാണ് പരസ്പരം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബെന്ന് ആബേലിനെ അർബൻ ലൈഫിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആബേലിനാണെങ്കിൽ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള നേച്ചറാണ്. അതുപോലെ ഒക്കേഷണലി ഭയങ്കര വയലൻ്റ് ആവുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പക്ഷേ ബെന്നിന് അങ്ങനെയല്ല, നല്ലൊരു ജീവിതം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ആബേലിന് പറ്റിയില്ല. ആബേലിൻ്റെ സൂപ്പർവൈസർ ഭയങ്കര കൺട്രോളിങ് ആവുന്നു എന്ന് തോന്നിയപ്പോൾ ആബേൽ ആ ജോലി വിടുന്നുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പ്രീസ്റ്റുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം അവസാനിപ്പിക്കുന്നുണ്ട്. ഈ പ്രീസ്റ്റ് ആബേലിനെ അൺസിവിലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആബേൽ ഒരു കറപ്റ്റായിട്ടുള്ളൊരു പോലീസ് ഓഫീസറിനെ സ്നാപ്പ് ചെയ്തിട്ട് അയാളുടെ പേര് മാർട്ടിനീസ് എന്നാണ്. അയാൾ ബുള്ളി ചെയ്യുന്നതും ബീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇൻ ആൻ ആലി. അപ്പോൾ ആബേൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈഡ് ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് റിവെഞ്ച് ഓൺ മാർട്ടിനീസ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആബേലിനാണ് വീണ്ടും കുറേ ഇടിയൊക്കെ കിട്ടുന്നത്. കുറേ ബ്രൂട്ടലി ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോലീസുകാരൻ ഇയാളെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആബേൽ ഹോസ്പിറ്റലിലാവുന്നുണ്ട്. അപ്പോഴും ഈ ഫ്രണ്ട് ബെന്നാണ് നോക്കുന്നതും ഒക്കെ. ആ സമയത്ത് ഏഞ്ചൽ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു തവണ കാണാൻ വേണ്ടിയിട്ട്. ഈ വന്നു പോയതിന് ശേഷം ഏഞ്ചൽ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. ആബേൽ എന്ന് പറയുന്ന ഒരു ഹീറോയുടെ കഥകളൊക്കെ മകന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫൈനലി ആബേൽ അയാളുടെ റിസർവേഷനിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അയാൾ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി അയാളും ബെന്നും കൂടെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കൂടെ വേറെ ലോക്കൽ നേറ്റീവ് അമേരിക്കൻസൊക്കെ ഉണ്ട്. അപ്പം ആബേലിൻ്റെ ലോസ് ഏഞ്ചൽസിലെ അവസാന രാത്രിയാണ്, അതവർ സെലിബ്രേറ്റ് ചെയ്യാണ്. ഈ പാർട്ടിയിൽ വെച്ചിട്ട് ആബേൽ നമ്മുടെ ബെൻ പഠിപ്പിച്ചു കൊടുത്ത ട്രഡീഷണൽ നവാജോ സോങ് ഒക്കെ പാടുന്നുണ്ട്. അതിലൊരു പാട്ട് വാസ് എബൌട്ട് എ ഹൗസ് മെയ്ഡ് ഓഫ് ഡോൺ. അങ്ങനെ 1952 ഫെബ്രുവരി അവസാനത്തോടുകൂടി ആബേൽ എവിടേക്ക് പോവാണ്, വാൾട്ടോവയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൻ ഫ്രാൻസിസ്കോ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആകെ ആൽക്കഹോളിസത്തിന് അടിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ പോലീസുകാരൻ മാർട്ടിനീസ് ഉപദ്രവിച്ചതിൻ്റെ കുറേ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം പുഷ് ചെയ്തിട്ട് അയാൾ ഗ്രാൻഡ് ഫാദറിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് ഫാദർ ഫ്രാൻസിസ്കോ മരിക്കുന്നുണ്ട്. ഇയാൾ മരിച്ചതിന് ശേഷമാണ് വാൾട്ടോവയിലുള്ള അയാളുടെ ജീവിതത്തിനെ പറ്റി അയാൾ തന്നെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അയാൾക്കൊരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം മാത്രമാണ്. ഇപ്പോൾ അയാളൊരു ജംബിൾഡ് മിക്സ് ഓഫ് സ്പാനിഷ്, ഇംഗ്ലീഷ് ആൻഡ് ജമസിലാണ് അയാൾ സംസാരിക്കുന്നത്. അയാളുടെ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് അയാൾ കുറേ മീനിങ് എക്സ്പീരിയൻസസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളുടെ അവസാനത്തെ മെമ്മറി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ എന്ത് ചെയ്യാണ്, റീകോൾ ചെയ്യുന്നത് അയാൾ ഒരു റേസിൽ സ്റ്റാമിന നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ആ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ സ്റ്റാമിന മൊത്തം നഷ്ടപ്പെട്ട് ഓടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തി. പക്ഷേ ഹേസ് കണ്ടിന്യൂയിങ് ടു റൺ ഡിസ്പൈറ്റ് ബീങ് ഔട്ട് ഓഫ് ബ്രെത്ത്. ശ്വാസം കിട്ടാതെ ആവുന്ന അത്രയും അതുവരേക്കും അയാൾ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ് ഓടാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യമാണ് അവസാനമായിട്ട് ഇയാൾക്ക് ഉണ്ടാകുന്നൊരു മെമ്മറി എന്ന് പറയുന്നത് അതാണ്. ഫ്രാൻസിസ്കോ മരിച്ചതിന് ശേഷം ആബേൽ അയാളുടെ മുത്തച്ഛൻ്റെ ബറിയലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. റിച്വൽസ്, ആ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള റിച്വൽസൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അയാൾ പോയിട്ട് ഒരു പ്രീസ്റ്റിനെ ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. പ്രീസ്റ്റിൻ്റെ പേര് ഫാദർ ഒൽഗിൻ എന്നാണ്. എന്നിട്ട് ഫ്രാൻസിസ്കോയെ ബറി ചെയ്യണമെന്നൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആബേൽ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്നതാണ്. എവിടേക്കാണ് നടക്കുന്നത്, ടു ദ എഡ്ജ് ഓഫ് ദ ടൗൺ. അവിടെ ഒരു കൂട്ടം ഈ റണ്ണേഴ്സ്, ഓട്ടക്കാരെ ഇയാൾ കാണുന്നുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ ദൂരെയുള്ള ഒരു കൂട്ടം ഓട്ടക്കാരെ അയാൾ കാണുന്നുണ്ട്. അപ്പോഴാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഹീ സ്റ്റാർട്സ് ടു റൺ അലോൺ അക്രോസ് ദ ലാൻഡ്സ്കേപ്പ്. അവിടെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് ഓടുന്നത്. ഇവിടെയാണ് നമ്മൾ ഓപ്പണിംഗ് സീൻ ഓഫ് ദ ബുക്ക് കാണുന്നത്. അയാൾ ഓടുന്നുണ്ട്, അയാൾക്ക് കിതയ്ക്കുന്നുണ്ട്, എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്നും കാര്യമാക്കാതെ ഓടുന്നുണ്ട്. ആ നേച്ചറിൻ്റെ ഭംഗി എന്ത് ചെയ്യാണ്, ഹീ ടേക്സ് ഇൻ ദ ബ്യൂട്ടി ഓഫ് നാച്ചുറൽ വേൾഡ്. അയാൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ കിതപ്പും ക്ഷീണവും ഒന്നും കാര്യമാക്കാതെ ഓടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അയാളൊരു പാട്ട് പാടുന്നുണ്ട്. ഏതാണ് ആ പാട്ട്, ഹീ സിങ്സ് ദ സോങ് ഓഫ് ദ ഹൗസ് മെയ്ഡ് ഓഫ് ഡോൺ. ഡോൺ എന്ന് പറയുമ്പോൾ എന്താണ്, പുലർച്ചെയാണ്. അപ്പോൾ എ ഹൗസ് മെയ്ഡ് ഓഫ് ഡോൺ, ആ ഒരു പാട്ടും പാടിക്കൊണ്ട് ഇയാൾ ഓടുന്നുണ്ട്.
അവിടെയാണ് നമ്മുടെ വർക്ക് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വർക്കിൻ്റെ ഷോർട്ടസ്റ്റ് സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.